ളുഹാ നിസ്കാരം വളരെ പ്രധാനപ്പെട്ട നിസ്കാരമാകുന്നു. നമ്മൾക്കറിയാം, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിയ്യത്തുകൾ കൊണ്ടാണ് അമലുകളുടെ സാധൂകരണം. അപ്പോൾ എല്ലാം നമ്മൾ നിയ്യത്ത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ അമലും, നിസ്കാരവും അങ്ങനെ തന്നെ, ളുഹാ നിസ്കാരവും അതിൽപ്പെട്ടതു തന്നെ. അപ്പോൾ എല്ലാം നിയ്യത്ത് എന്താണോ അതിൻ്റെ നിയ്യത്ത്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അത് വെച്ചിട്ട് നമ്മൾ നിസ്കരിക്കുന്നു, അതങ്ങനെ തന്നെയാണ്. പക്ഷെ അതേ അവസരത്തിൽ ഇതിന് വേറെ ചില ഗുണങ്ങൾ വന്നു ചേരും. അപ്പോൾ ആ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ചില ടെക്സ്റ്റുകൾ ഞാൻ വായിക്കാം. അറബിയിൽ ടെക്സ്റ്റ് വായിച്ചിട്ട് ദീനീ കാര്യങ്ങൾ പറയുന്നത് കൂടുതൽ ഉപകാരം ചെയ്യും എന്ന് മനസ്സിലാക്കുന്നു. ലി സ്വലാത്തി ളുഹാ ഫളായിലു അളീമ, ളുഹാ നിസ്കാരത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. മിൻഹ, അവയിൽ പെട്ടതാണ് അന്നഹ തഅദിലു ജമീഅ സദഖാത്തിൽ മുസ്ലിം അൽ യൗമിയ, ഏതൊരു നാളും ഏതൊരാളും ചെയ്യുന്ന എല്ലാ സദഖയോടും കിടപിടിക്കാൻ എന്തിനു കഴിയും? ഈ സ്വലാത്തുൽ ളുഹാക്ക് കഴിയും. തക്ഫി ഹാജത്തൽ അബ്ദി, അടിമയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇതിന് സാധിക്കും. തുയസ്സിറു ഉമൂറഹു, അവൻ്റെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായി നടക്കാൻ ഇത് വഴിയാകും. ഫഹിയ കൻസുൻ റൂഹിയുൻ, അതൊരാത്മീയമായ നിധിയാകുന്നു സ്വലാത്തുൽ ളുഹ. യജ്ലിബു റിസ്ഖ, അത് റിസ്ഖിനെ കൊണ്ടുവരും. വൽ ബറക്കത്ത, ഐശ്വര്യത്തെയും കൊണ്ടുവരും. നല്ല ബറക്കത്ത് ഉണ്ടാകും ജീവിതത്തിൽ. ബറക്ക എന്നാണ് ആ വേർഡ് കേട്ടാ. ചില ആൾ ബർക്കത്ത് ബർക്കത്ത് എന്ന് റായിന് സുക്കൂനായിട്ട് പറയുന്നത് ഇത് മലയാളീകരിച്ച് പറയുന്നത് മാത്രമാണ്. അറബിക്കിൽ ആ വേർഡ് ശരിക്കും ബറക്ക എന്നാണ്, ബറക്കത്ത് ബി ഫതഹി റായി. ഉതുബിന ബിഹ ബുയൂത്തും ഫിൽ ജന്ന, സ്വർഗത്തിൽ അവന് ഭവനങ്ങൾ നിർമ്മിക്കപ്പെടും ഇതുവഴി. ഒഹിയ സ്വലാത്തുൽ അവ്വാബീൻ, അത് സ്വലാത്തുൽ അവ്വാബീൻ കൂടിയാണ്. അവ്വാബ് എന്ന് പറഞ്ഞാൽ ആബ എന്ന ക്രിയാരൂപത്തിൻ്റെ മുബാലകയുടെ സീതയാണ്. അപ്പോൾ ആബ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ക്രിയയുടെ അർത്ഥം മടങ്ങി എന്നാണ്. ബിമാന റജ, ആബ ബിമാന റജ. അവ്വാബ് എന്ന് പറഞ്ഞാൽ കൂടുതലായി അള്ളാഹുവിലേക്ക് മടങ്ങുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വേർഡാണ്. അപ്പോൾ സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലാത്ത് അർ റജാഈൻ ഇലല്ലാ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് ഖേദിച്ചു മടങ്ങാനും അവനിലേക്ക് കൂടുതലായിട്ട് അവനെ ആശ്രയിക്കാനും ഒക്കെ തയ്യാറാകുന്നവരാണ് ഈ സുന്നത്ത് നിസ്കാരം കൊണ്ട് നടക്കുക എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അതിന് സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പേരുണ്ട്. അല്ലത്തി തദുല്ലു അലാ കസ്റത്തി റുജൂഇൽ അബ്ദി ഇലല്ലാഹ്, അവൻ അള്ളാഹുവിലേക്ക് കൂടുതലായി മടങ്ങുന്നു, അവൻ്റെ കാര്യങ്ങളിൽ അള്ളാഹുവിനെ കൂടുതലായി ആശ്രയിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഇത് സംബന്ധിയായി 2 ഹദീസുകൾ പരിചയപ്പെടാം. ഒന്ന്, അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അദ്ദേഹം പറഞ്ഞു, ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് 3 കാര്യങ്ങൾ വസിയത്തായി പറഞ്ഞു. സിയാമി സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, ഓരോ മാസത്തിലും 3 നാൾ നോമ്പ് നോക്കുവാനായി. അതാണ് ഒന്ന്. റക്അത്തൈ അൽ-ളുഹ, രണ്ടാമത്തത് ളുഹായുടെ 2 റക്അത്ത് നിസ്കരിക്കുവാനായി. 3, വ അൻ ഊത്തിറ ഖബ്ല അൻ അർഖുദ, ഉറങ്ങുന്നതിന് മുമ്പായി വിത്ർ നിസ്കരിക്കാൻ വേണ്ടി. ഇങ്ങനെ 3 കാര്യങ്ങൾ വസിയത്ത് ചെയ്തു. മുത്തഫഖുൻ അലൈഹി, ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഇവർ അവരുടെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. രണ്ടാമത്തെ ഹദീസ്, വാൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. ഖാലത്ത്, അവർ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി അൽ-ളുഹ അർബഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ളുഹ 4 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. കാന എന്ന ക്രിയാരൂപത്തിന് ശേഷം, കാന മാളിയാണ്, പാസ്റ്റ് ടെൻസ് ആണ്, കാനക്ക് ശേഷം മുളാരിയായ ഫേല് വരികയാണെങ്കിൽ അത് പതിവിനെ സൂചിപ്പിക്കും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഭാഷയുടെ നിയമം അങ്ങനെയാണ്. കാനക്ക് ശേഷം
അറബി ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കാനക്ക് ശേഷം മുളാരിയായ ഫീൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ സെൻറ്റൻസിൻ്റെ അർത്ഥം അതൊരു പതിവാണ് എന്ന് വരുത്തും. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവ് 4 റക്അത്ത് ളുഹ നിസ്കരിക്കുന്നതായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. വയസീദു മാഷാ അല്ലാഹ്, ചിലപ്പോൾ അതിൽ കൂടുതലും നിസ്കരിക്കാറുണ്ടായിരുന്നു. പക്ഷെ പതിവ് 4 റക്അത്ത് നിസ്കരിക്കലായിരുന്നു എന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്. റവാഹു മുസ്ലിം. ഈ ഹദീസ് മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട വിഷയം, നേരത്തെ ഹദീസിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ ഉപദേശിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ 4 റക്അത്തായിരുന്നു നിസ്കരിച്ചു കൊണ്ടുണ്ടായിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, മിനിമം റക്അത്ത് 2ആണ്. ളുഹ മിനിമം 2ആണ്. കൂടിയ എത്രയും നിസ്കരിക്കാം, 4, 6, 8 ഒക്കെ നിസ്കരിക്കാം സൗകര്യം പോലെ. മിനിമം 2 റക്അത്താണ് എന്ന് മനസ്സിലാക്കുക. ഫുഖഹാക്കൾ അങ്ങനെ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ളുഹായുടെ സമയം പറയാം, എപ്പോഴാണ് ളുഹ നിസ്കരിക്കേണ്ടത് എന്ന്. ളുഹ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രഭാതം എന്നാകുന്നു. സൂര്യൻ ഉദിച്ചുയരുന്ന ആ സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് ളുഹ എന്ന വേർഡ്. അത് തന്നെ ഒരു പ്രതീക്ഷയുടെ വേർഡാണ്. ളുഹ എന്ന് പറയുമ്പോൾ തന്നെ പ്രഭാതം, പ്രതീക്ഷ, വളരെയധികം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വേർഡ് തന്നെയാണ് ളുഹ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ളുഹ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഒരാൾ ഞാൻ ളുഹ നിസ്കരിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ തന്നെ അയാളുടെ മനസ്സിൽ വലിയ അളവിൽ പോസിറ്റീവ് എനർജി നിറക്കും എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ ളുഹ നിസ്കരിച്ച് അയാൾ ഒരു നാൾ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ ഒരു ദിവസത്തിൽ ളുഹ നിസ്കാരം കൂടി ഉണ്ടാകുമ്പോൾ അയാളുടെ ആ ദിവസത്തെ ലൈഫ് കൂടുതൽ പോസിറ്റീവ് ആകും എന്നുള്ളത് ഒരു സത്യമാണ്. സൂര്യകിരണം ഭൂമിയിൽ പതിക്കുന്നു, അതെങ്ങനെ ശക്തി പ്രാപിച്ചു വരുന്നു. ഉച്ചവരെയുള്ള സമയത്തിന് ളുഹ എന്നാണ് പറയുക ഭാഷാപരമായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു യൗവനത്തിൻ്റെ പ്രതീതി, ഒരു ചുറുചുറുക്കും ചെറുപ്പവും ഒക്കെ ഉണ്ടാകുന്ന ഒരു നേരം, അതാണ് ളുഹ എന്ന സമയം അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നേരത്ത് ഒരു നിസ്കാരം എന്ന് പറയുന്നത് അതിന് വിശാലമായ അർത്ഥതലങ്ങളുണ്ട്. ആളുകളൊക്കെ അവരുടെ കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്ന സമയം, ദുനിയാവ് കൂടുതൽ സജീവമാകുന്ന സമയം, ആ നേരത്ത് ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി 2 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാനായി സമയം കണ്ടെത്തുന്നു എന്ന് പറഞ്ഞാൽ അയാൾ തീർച്ചയായിട്ടും അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആള് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് അതിന് സ്വലാത്ത് അൽ അവ്വാബീൻ എന്ന് പേര് വന്നതും. അവൻ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അവനിലേക്ക് മടങ്ങാനും ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് തീർച്ചയായിട്ടും ഇതിന് അർത്ഥമുണ്ട്. വേറെ ഒരു കാര്യം, ളുഹ നിസ്കാരത്തിൻ്റെ സമയം നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, ഓർമ്മയുണ്ടാകും എല്ലാവർക്കും. ഖദ്റ റുംഹിൻ അല്ലെങ്കിൽ ഖീദ റുംഹിൻ എന്നൊക്കെയുള്ള വേർഡുകളാണ് ഫുഖഹാക്കൾ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഫിഖ്ഹ് പഠിക്കുമ്പോൾ നമ്മളത് പഠിച്ചിട്ടുണ്ടാകും. ഒരു കുന്തത്തിൻ്റെ അളവ് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അതേ അവസരത്തിൽ ഇത് സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കണമല്ലോ. നമ്മൾക്കിപ്പോൾ ഒരു കുന്തം കൊണ്ട് അളക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഖദ്റ റുംഹിൻ, റുംഹ് എന്ന് പറഞ്ഞാൽ കുന്തം, ഒരു കുന്തത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ റുംഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുദ് സാഹ് എന്നൊക്കെ പറയുന്നത് മാതിരി അത് ഒരളവ് പാത്രമാണല്ലോ. അത് ധാന്യങ്ങളും മറ്റും അളക്കാൻ ഉപയോഗിക്കുന്ന അളവ് പാത്രം. ഇത് ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാബിനി, റുംഹ് എന്ന് പറയുന്നത്, കുന്തം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ടത് ഒരു കുന്തമായിട്ടല്ല. കുന്തം വലുതും ചെറുതും എല്ലാം ഉണ്ടാകാമല്ലോ, പക്ഷെ അങ്ങനെയല്ല. ഒരു റുംഹ് അഥവാ ഒരു കുന്തം എന്ന് പറഞ്ഞാൽ അത് 6 ദറജയാണ്. ഫലക്ക്, അതായത് ഗോളശാസ്ത്രത്തിൽ, പഴയകാല ഗോളശാസ്ത്രത്തിൽ അത് 6 ദറജയാണ്. പഠിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ 6 ദറജയാണ്. ഒരു ദറജ എന്ന് പറയുന്നത് ഫലക്കിൻ്റെ കിതാബുകളൊക്കെ ദർസുകളിലും കോളേജുകളിലൊക്കെ പഠിപ്പിക്കപ്പെടാറുണ്ട്. അപ്പോൾ ദറജ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത് 4 മിനിറ്റാണ് എന്ന്. 4 മിനിറ്റിനാണ് ഒരു ദറജ എന്ന് പറയുന്നത്.
ഇങ്ങനെയുള്ള 6 ദറജ കൂടിയ അളവിനാണ് ഒരു റുംഹ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റുംഹ് എന്ന് പറയുന്നത് ഇങ്ങനെ ദൂരം അളക്കാനുള്ള ഒരു മാപിനിയാണ്, മിഖ്യാസ്, ഒരളവുകോലാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ 6 4 24. അപ്പോൾ സൂര്യൻ ഉദിച്ചതിന് ശേഷം 24 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ സമയം തുടങ്ങുന്നത്, ലുഹായുടെ സമയം തുടങ്ങുന്നത്, അവ്വൽ വഖത്ത് തുടങ്ങുന്നത്. സാധാരണ ഏത് നിസ്കാരവും അവ്വൽ വഖത്തിൽ നിസ്കരിക്കലായിരിക്കും കൂടുതൽ അഫ്ളൽ. പക്ഷെ ലുഹായിനെ സംബന്ധിച്ചിടത്തോളം അവ്വൽ വഖത്തല്ല അഫ്ളൽ. അവ്വൽ വഖത്തിൽ നിസ്കരിക്കാം, പുരുഷമൊക്കെ കിട്ടും. പക്ഷെ കൂടുതൽ അഫ്ളൽ സൂര്യൻ പോകെ പോകെ അങ്ങോട്ട് ഉച്ചയാകുന്ന സമയം പോവുമല്ലോ, അങ്ങോട്ട് മേലോട്ട് പോകുന്ന അങ്ങനെ സമയത്താണ് കൂടുതൽ അഫ്ളലായിട്ടുള്ളത്. അത് ലുഹറിൻ്റെ ഒരു ഖുബൈല ലുഹർ എന്നാണ് ഇതിനെപ്പറ്റി ഫുഖഹാക്കൾ പറഞ്ഞത്. ലുഹറിൻ്റെ തൊട്ട് മുമ്പ് വരെ അതിൻ്റെ സമയമുണ്ട്. തൊട്ട് മുമ്പ് വരെ എന്ന് പറഞ്ഞാൽ അത് സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് മുമ്പ് വരെ നിസ്കരിക്കാം. ഒരു 5 മിനിറ്റ് മുമ്പ് വരെ മാക്സിമം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത്രയും വരെ നിസ്കരിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സമയം എന്ന് പറയുന്നത്. ആ സമയത്തിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ആയിട്ട് 2 റക്അത്ത് ഒളുവൊക്കെ എടുത്തിട്ട്, അത് പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ഒക്കെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അത് ദീപ്തമായ സാഹചര്യങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ഇപ്പോൾ ലുഹറിന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർക്ക് കൂടെ ഒളു എടുക്കാനും ഒക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. വീട്ടിൽ ജോലിയും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യാം? പ്രായോഗികമായിട്ടുള്ള വഴി പറയാം. പ്രായോഗികമായ വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലുഹറിന് വേണ്ടിയിട്ട് ഏതായാലും ഒളു എടുക്കുമല്ലോ. അപ്പോൾ ഒരു 1/4 മണിക്കൂർ നേരത്തെ ഒളു എടുക്കുക. ഒളു എടുത്തു കഴിഞ്ഞാൽ ഈ ലുഹ നിസ്കരിക്കുക. അപ്പോൾ 2 നേട്ടമുണ്ട് അതിൽ. ഒന്ന് ലുഹ നിസ്കാരവും കിട്ടും, പിന്നെ വുളൂഇന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൻ്റെ പോരിശമൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. കാണാത്തവർ നോക്കുക. അപ്പോൾ ആ വുളൂഇൻ്റെ സുന്നത്തിൻ്റെ കൂലിയും കൂടെ കിട്ടും. നിയത്ത് ലുഹ നിസ്കാരം എന്ന് വെച്ചാൽ മതി. വുളൂഇൻ്റെ ശേഷം നിസ്കരിക്കുന്ന സുന്നത്തായതുകൊണ്ട് വുളൂഇൻ്റെ സുന്നത്തിൻ്റെ കൂലിയും കൂടെ അതിൽ കിട്ടും, അതിൽ ഇൻക്ലൂഡായിട്ട് കിട്ടും. അപ്പോൾ 2 കൂലി, വലിയ അളവിലുള്ള പ്രതിഫലം അയാൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ആരും ഇത് മിസ്സാക്കണ്ട. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നാഫിയായ ഇൽമ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം ഹലാലായ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നാഫിയായ ഇൽമ് കരസ്ഥമാക്കാനായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും വേണം. കൂടുതൽ ആളുകളിലേക്ക് നന്മയുടെ സന്ദേശം എത്തിക്കുന്നതിൻ്റെ ഭാഗമായി പരമാവധി എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തണം. അള്ളാഹു എല്ലാ നന്മകൾക്കും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.